നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. നാട്ടികയിൽ സ്കൂട്ടറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കയ്പമംഗലം സ്വദേശി മരിച്ചു. കൈത്താങ്ങായി ഹൈദരാബാൻ കുട്ടി ട്രസ്റ്റും അൽ സക്കാക്കീർ ആദം ട്രേഡിംഗ് കമ്പനിയും. വാർത്തകൾ വിശദമായി. ഉത്സവ പ്രേമികളുടെ മനം നിറച്ച് പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. ഉത്സവത്തലേന്ന് വിവിധ ദേശങ്ങളിൽ ആഘോഷപൂർവമായ വിവിധ പരിപാടികളുണ്ടായി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശകമ്മിറ്റിയുടെ പാമ്പാടി രാജനാണ് ഇത്തവണ സോമശേഖരന്റെ തിടമ്പേറ്റുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് തിടമ്പേറ്റുന്ന ദേശത്തെ തിരഞ്ഞെടുത്തത്. ഉച്ചതിരിഞ്ഞ് 7 ദേശങ്ങളിൽ നിന്നും ഉത്സവം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ചെണ്ടമേളം, നാദസ്വരം, കാവടി, ബാൻഡ് വാദ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവ ദേശപൂരങ്ങൾക്ക് അകമ്പടിയായി. വൈകിട്ട് 6 ക്ഷേത്രാങ്കണത്തിൽ ദേശപൂരങ്ങൾ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വടക്കുമുറിയുടെ ഊട്ടോളി രാമൻ, കിഴക്കുമുറിയുടെ ചിറക്കൽ കാളിദാസൻ, ചാടൂർ കുറുമ്പിലാവ് ദേശത്തിൻ്റെ പുതുപ്പള്ളി കേശവൻ, താന്യത്തിൻ്റെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കീഴ്പ്പള്ളിക്കരയുടെ തിരുവാണിക്കാവ് രാജഗോപാൽ, മൂത്തടത്തറയുടെ അക്കിക്കാവ് കാർത്തികേയൻ എന്നീ ആനകൾ എഴുന്നള്ളിപ്പിന് അണിനിരുന്നു. 101 കലാകാരന്മാരെ അണിനിരത്തി കിഴക്കൂട്ട് അനിയന്മാരുടെ മേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി. പകൽപൂരത്തിന് ശേഷം വർണ്ണമഴ നടന്നു. തിങ്കളാഴ്ച രാവിലെ 6 പകൽപൂരം, തുടർന്ന് ആറാട്ടും കൊടിയിറക്കലും ആറാട്ടുകഞ്ഞി വിതരണവും ഉണ്ടാകും. ദേശീയപാത 66 നാട്ടിക സെന്ററിനടുത്ത് സ്കൂട്ടറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കയ്പമംഗലം സ്വദേശി മരിച്ചു. ചെളിങ്ങാട് കൂനിപ്പറമ്പ് സ്വദേശി പട്ടത്ത് രാമകൃഷ്ണന്റെ മകൻ ഷിജു ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴയിൽ ജോലിക്ക് പോകാനായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഇദ്ദേഹം. തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന പിക്കപ്പുമായാണ് സ്കൂട്ടർ കൂട്ടിയിടിച്ചതെന്ന് പറയുന്നു. ഉടൻ തന്നെ മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇദ്ദേഹത്തെ വലപ്പാട് ദയ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിനെതിരെ വാടാനപ്പള്ളി മണ്ഡലം UDF കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വാടാനപ്പള്ളി സെൻട്രൽ നടത്തിയ പ്രതിഷേധ പ്രകടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അക്ബർ സിദ്ദിഖ്, PM ഷെരീഫ്, KV സിജിത്ത്, CM രഘുനാഥ്, ഗിൽസ തിലകൻ, PD ബെന്നി, VC ഷീജ, രാഘനാഥൻ വായക്കാട്ടിൽ, രജനി കൃഷ്ണാനന്ദ്, സുനിൽ വാലത്ത്, പ്രജീഷ്, സുചിത്ര, ദിനേശ്, ഹസീന താജുദ്ദീൻ, രശ്മി ഹരിചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ബീച്ച് കുറുക്കമ്പരിയ പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, പ്രസാദോട്ട്, തുടർന്ന് ദേവിക്കളം എന്നിവ നടത്തി. വൈകിട്ട് 3 മണിക്ക് ഗജരാജിൻ്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പും ദീപാരാധനയ്ക്ക് ശേഷം താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, വർണ്ണമഴ, തുടർന്ന് ദേവിക്ക് രൂപക്കളം, ഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് NV ബൈജുരാജ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി.
ബദറിൻ്റെ സന്ദേശം വിശ്വാസികൾക്ക് നൽകുന്നത് വിശ്വാസത്തിൻ്റെ ദൃഢതയാണെന്ന് ജംഇയ്യത്തുൽ മുദ്രിസീൻ ജില്ലാ പ്രസിഡന്റ് കെ സുലൈമാൻ അൻവരി അഭിപ്രായപ്പെട്ടു. തൃത്തല്ലൂർ വെസ്റ്റ് മുഹമ്മദിയ മദ്രസയിൽ നടന്ന മജ്ലിസിനൂർ 10ാം വാർഷിക പരിപാടിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിയ മഹല്ല് ഖത്തീബ് അബ്ദുൽ കബീർ ഫൈസി ചെറുകോട് ഉദ്ഘാടനം ചെയ്തു. മദ്രസ സ്വദർ മുഹമ്മദ് ബദ്രി മജ്ലിസിനൂറിന് നേതൃത്വം നൽകി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹുദവി ബിരുദം നേടിയ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ജലാൽ ഹുദവിയെയും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം മദ്രസയിൽ നിന്ന് വിരമിക്കുന്ന മുഹമ്മദ് നസീം ഫൈസിയെയും ചടങ്ങിൽ ആദരിച്ചു. മദ്രസ സെക്രട്ടറി എ ജാഫർ, പ്രസിഡന്റ് എ മുഹമ്മദ്, ട്രഷറർ ടി റഫീഖ്, മജ്ലിസിനൂർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KM ഹനീഫ ഹാജി, മുഹമ്മദ് സാലിഹ് ഫൈസി, അബ്ദുൽ ജലീൽ അഷ്റഫി, കമ്മിറ്റി അംഗങ്ങളായ എ അബ്ദുള്ളമോൻ, എ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയമുള്ള ബദരീകളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ പള്ളിയുടെ അകം ജനങ്ങളെ കൊണ്ട് നിബിഡമാണ്. മക്കയിൽ നിന്ന് നാടും വീടും വിട്ടെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞു വന്ന മുഹാജിറുകളായ സ്വഹാബത്തും അവ ഇരു കൈകളെ കൊണ്ട് സ്വീകരിച്ച അൻസാറുകളും, മുഹാജിറുകളായ സ്വഹാബത്തും അൻസാറുകളായ സ്വഹാബത്തുമെല്ലാം ഇരിക്കുന്ന സദസ്സിലേക്ക് വൈകിയെത്തിയ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സമുന്നതര് മുഹാജിറാണ് അല്ലെങ്കിൽ അൻസാറാണ്. അൻസാറാണ് അല്ലെങ്കിൽ മുഹാജിറുകളാണ്. എന്തായാലും രണ്ട് കൂട്ടരും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മികവുറ്റ ആളുകളാണ്, ബഹുമാനികളാണ്, ആദരവുള്ളവരാണ്. തൃത്തല്ലൂർ ചെട്ടിക്കാട് മസ്ജിദുന്നൂറിൽ ബദർദിന ഭക്ഷണ വിതരണവും ബദർ മൗലിദും നടത്തി. പള്ളി ഇമാം യൂസഫ് അലി സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പള്ളി സെക്രട്ടറി RA ഷംസു അധ്യക്ഷത വഹിച്ചു. പള്ളിയുടെ യൂത്ത് വിംഗ് പ്രവർത്തകർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏറ്റവും പുണ്യം നിറഞ്ഞ ഈ റമദാൻ മാസത്തിലെ ബദർ ദിനത്തോടനുബന്ധിച്ച്, അതായത് 18-ാം രാവിലെ എല്ലാ വർഷവും നമ്മുടെ തൃത്തല്ലൂർ ചെട്ടിക്കാട് മസ്ജിദ് നൂറിൽ നടത്തി വരാറുള്ള ഭക്ഷണ വിതരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുടെ, പ്രവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി വളരെ ഭംഗിയോടെ തന്നെ നമ്മളിവിടെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ സഹായിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും, പ്രവാസികൾക്കും, കമ്മിറ്റിയുടെ പേരിലും നമ്മളെ പരിസരവാസികളുടെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. തളിക്കുളം ബദരിയ മസ്ജിദിൽ സമൂഹ നോമ്പുതുറയും ബദർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ബദർ ദിനത്തിനോടനുബന്ധിച്ച് നിരവധി കുടുംബങ്ങൾക്ക് അരിവിതരണവും നടത്തി. മസ്ജിദ് ഇമാം അബ്ദുൽ മജീദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ ഷെഫീഖ് ഹുസൈൻ, PM സിറാജ്, ബഷീർ, ബക്കർ, ഇബ്രാഹിം, നിഷാദ് മാഷ്, അൻവർ, റഷീദ്, അമൽ, ഹാഫിസ്, റസൂൽ, അസർ, ഹസീബ്, സഫ്വാൻ, മിദ്ലാജ്, ബാസിദ്, റയാൻ, ഷാമിൽ, സയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബദരിയ മസ്ജിദിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്ന സമൂഹ നോമ്പുതുറ ഇന്നിവിടെ വളരെ ഭംഗിയായ നിലയിൽ നടത്തപ്പെടുകയാണ്. ഏകദേശം 300-350ഓളം വരുന്ന ഈ പള്ളിയുടെ അയൽവാസികളായ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും റമദാൻ 17-ന് നടത്തി വരാറുള്ള ഈ വലിയ മഹത്തായ ഒരു സമൂഹ നോമ്പുതുറയാണ് ഇന്നിവിടെ നടന്നത്. ഈ മഹലിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നടക്കാത്തതും ഇവിടെ ഒരു മാതൃകാ പ്രവർത്തനവുമായി നടക്കുന്ന ഈ പ്രവർത്തനം ഏകദേശം 7 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിക MLA CC മൂന്നിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ തളിക്കുളം പത്താങ്കല്ലിൽ ഒപ്പുശേഖരണം നടത്തി. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ നേതൃത്വം നൽകി.
ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ സ്വാഗതം പറഞ്ഞു. ജനകീയ ഒപ്പുശേഖരണത്തിന് നേതാക്കളായ പ്രേംദാസ് പുളിക്കൽ, രാജേഷ് കാര്യാട്ട്, ഷൺമുഖൻ മയൂർ, ബിജോയ് പുളിയമ്പ്ര, വേലായുധൻ മയൂർ, മോഹനൻ KR, റിനീഷ് പട്ടാലി, സൈന സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗോപിക രാംദാസ്, സുമിത്ര മണികണ്ഠൻ, സ്മിത ധനഞ്ജയൻ, മിനി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും പ്രഭാഷണവും നടന്നു. ക്ഷേത്രത്തിലെ നടതുറപ്പിനോടനുബന്ധിച്ച് രാവിലെ നടതുറയ്ക്കൽ, വിശേഷാൽ പൂജകൾ, വൈകുന്നേരം ദീപാരാധന, പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, തുടർന്ന് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയശാന്തിയുടെ കുടുംബധർമ്മം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ക്ഷേത്രം മേൽശാന്തി ധനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് AP സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് AG, ട്രഷറർ അനീഷ് AS, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ അത് കേട്ടാൽ നന്നായി. കാരണം കുട്ടികളെ അത് പഠിപ്പിച്ചാൽ നന്നായി. തൈത്തിരീയ ഉപനിഷത്തിൽ 1000ഓളം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ പലതും നശിപ്പിച്ചു. നളന്ദയിലെ ഗ്രന്ഥശാല അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് ഭാരതം ആക്രമിച്ച് ഗ്രന്ഥശാലയിൽ എന്നും ആരതി നടത്തും ഗ്രന്ഥങ്ങളെ. കാരണം വിജ്ഞാന നിധികളാണ്. ഈ ആരതിയൊക്കെ നടത്തുന്ന കണ്ടപ്പോൾ നിരക്ഷരരായ അവർ കരുതി ഇതൊരു വിഗ്രഹമാണ്. അവരതിന് തീ വെച്ചു. 6 മാസത്തിലധികം നിന്ന് ആ ഗ്രന്ഥശാല കത്തി. എന്ന് വെച്ചാൽ നമ്മുടെ വിജ്ഞാനം ഇങ്ങനെ കത്തി നശിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ, ഹൃദയരോഗബാധിതരായ അംഗങ്ങൾക്കുള്ള അംഗത്വ സമാശ്വാസ നിധി വിതരണം നടത്തി. വിതരണ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹൻ മാസ്റ്റർ നിർവഹിച്ചു. മുഖ്യാതിഥി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ സംസാരിച്ചു. ചടങ്ങിന് ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VR ബാബു, ഡയറക്ടർ ബോർഡ് അംഗം ശൈലജ ജയലാൽ എന്നിവർ സംസാരിച്ചു. ലാഭം മാത്രമല്ല ഒരു സഹകരണ മേഖലയുടെ ലക്ഷ്യമെന്നുള്ള ആ ഒരു തിയറി ഉണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ ബാങ്ക്. നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചികിത്സാ സഹായം അത് കൊടുക്കണമെങ്കിൽ നേരത്തെ ഇവിടെ നമ്മുടെ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചു, ഇതിൻ്റെ കാര്യം പേരെടുത്ത് പറഞ്ഞു. എന്തുമാത്രം കടലാസുകൾ ഇട്ടിട്ട് വേണം, ഒരു ഡയറക്ടർ എന്തുമാത്രം ഒപ്പുകൊണ്ടിട്ടിട്ട് വേണം. ബാങ്കിൻ്റെ മറ്റ് പ്രവൃത്തികൾ, ബാങ്കിൻ്റെ മറ്റ് ബിസിനസ്സുകളെ പോലും ഒരു പക്ഷേ അത് ബാധിക്കും. അത്രയും സമയമെടുത്തുകൊണ്ടാണ് ഒരാൾക്കെങ്കിലും കിട്ടേണ്ട റിലീഫ് ഫണ്ട്, അവരുടെ ആശ്വാസം, അവരുടെ മാരക രോഗങ്ങൾക്ക് ആശ്വാസം നൽകാൻ അതൊരു പ്രതിജ്ഞാബദ്ധതയാണ്. ഈ ഡയറക്ടർ ബോർഡിൻ്റെ, ഈ ബാങ്കിൻ്റെ ഒരു പ്രതിജ്ഞാബദ്ധതയായിട്ടാണ് ആ തുക അവർക്ക് കൊടുക്കാൻ അത് ഉറപ്പുവരുത്തുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ, BN ജയാനന്ദൻ, TK ഹരിദാസ്, ED ആശാലത ടീച്ചർ, വത്സ അജിതകുമാർ, KN വിമല ടീച്ചർ, TK സരോജിനി ടീച്ചർ, സാവിത്രി പ്രേമചന്ദ്രൻ, PV സുഷമ, NK വിജയകുമാർ, NAP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എന്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അതിലെ കുറവുകളാണ് നമ്മൾക്ക് ഇന്നും സ്വാതന്ത്ര്യമില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ദിനത്തിന്റെ പ്രത്യേകത. നാം നമ്മുടെ സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇന്ന് ഒരാൾക്കും നമ്മളെ തടയാൻ പറ്റാത്ത വിധം നമ്മളെല്ലാം ഉയർന്നു കഴിഞ്ഞു അല്ലേ? അവിടെ എത്തിയിട്ടും ഇന്നും വേണ്ട, അത് അവര് പൊക്കോട്ടെ. ഈ സീറ്റിന്റെ ഇടയിൽ ഇപ്പൊ വനിതാ ദിനമായോണ്ടൊക്കെ നിരന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരൊറ്റ വരി ഫുള്ള് ആളുകളാവും അല്ലെ? നിങ്ങൾ മുന്നിൽ, അത് അവരുടെ പ്രശ്നമല്ല, നിങ്ങൾ ഇവരുടെ പ്രശ്നമല്ല, പുരുഷന്മാരുടെ പ്രശ്നമല്ല. നിങ്ങൾ മുന്നോട്ട് വരില്ല, അധ്യാപകരാണ്. പക്ഷെ ഇത്രയും മക്കളെ പഠിപ്പിച്ച്, ആയിരക്കണക്കിലെങ്കിൽ അതിനു മുകളിലുള്ള മക്കളെ പഠിപ്പിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു ജീവിതകാലം മുഴുവൻ സ്കൂളുകളിൽ സമയം ചെലവഴിച്ച് അവരെ നല്ല മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരടക്കമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഒരു വനിതാ ദിനമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പിന്നിലോട്ട് പോയി ആ ചേട്ടന്മാരൊക്കെ മുന്നിലോട്ട് വരും. കാരണം എന്താ, അവരിരിക്കട്ടെ അല്ലേ?
അതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഭാരത് സേവക് സമാജിൻ്റെ ഈ വർഷത്തെ ദേശീയ പുരസ്കാരത്തിന് തൃപ്പൂണിത്തുറ സ്വദേശിയും സംഗീത സാഹിത്യകാരനായ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ അർഹനായി. സംഗീത സാഹിത്യ കലാരംഗത്തെ സുസ്ഥിരമായ സംഭാവനകളെ മാനിച്ചാണ് അവാർഡ്. ഈ വരുന്ന മാർച്ച് 12 തിരുവനന്തപുരം കവടിയാറിലുള്ള സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ BSS ഓൾ ഇന്ത്യ ചെയർമാൻ ഡോക്ടർ BS ബാലകൃഷ്ണൻ സമ്മാനിക്കും. 400 പരം കർണാടക സംഗീത കൃതികളും 2000 പരം ലളിത ഭക്തിഗാനങ്ങളും 6 ഭാഷകളിലായി രചിച്ചിട്ടുള്ള കലാകാരനായ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാളാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്ര ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി.
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കൈത്താങ്ങായി ഹൈദർമാൻ കുട്ടി ട്രസ്റ്റും അൽ സക്കാക്കിർ ആദം ട്രേഡിംഗ് കമ്പനിയും. ഹൈദർമാൻ കുട്ടി ട്രസ്റ്റ് വൈസ് ചെയർമാനും അൽ സക്കാക്കിർ ആദം ട്രേഡിംഗ് കമ്പനിയുടെ ചെയർമാനുമായ ആദം അലി മാതാപിതാക്കളായ അലി, നഫീസ എന്നിവരുടെ സ്മരണാർത്ഥം വലപ്പാട് വില്ലേജ് ഓഫീസിനും ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്കും 5 സെന്റ് വീതം സൗജന്യമായി നൽകി. കരയാമുട്ടം നൂറുൽ ഹുദായ മദ്രസ ഹാളിൽ നടന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് തീർച്ചയായും മനസ്സിൽ ഉറപ്പിക്കേണ്ട വളരെ പുണ്യകർമ്മങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആദം എന്ന അൽ സക്കാക്കിർ ആൻഡ് ആദം ട്രേഡിംഗ് കമ്പനിയുടെ ചെയർമാൻ അവരുടെ മാതാപിതാക്കളായ അലി, നഫീസ എന്നിവരുടെ സ്മരണയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ഈ ഹസനാജിയും അവരുൾപ്പെടുന്ന ഹൈദർമാൻ കുട്ടി ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ ഭവനരഹിതരായിട്ടുള്ള 3 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വില്ലേജ് ഓഫീസിൽ സ്വന്തമായി കെട്ടിടം എന്ന് ആശയം തീർക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ കേരളത്തിനകത്ത് ചെറിയ കാലം കൊണ്ട് 4,56,678 ഇതിനകം ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയ മഹാചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ്. CC3 MLA അധ്യക്ഷനായി. ട്രസ്റ്റ് കൺവീനർ PM അബ്ദുൽ ഗഫൂർ ആമുഖ പ്രസംഗം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ PI ഹസൻ ഹാജി ഭൂമി കൈമാറ്റം മന്ത്രിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ചാവക്കാട് താലൂക്ക് തഹസിൽദാർ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി, DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ, CPM എടമുട്ട ലോക്കൽ സെക്രട്ടറി PA രാമദാസ്, CPI വലപ്പാട് മണ്ഡലം സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ്, BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി, വലപ്പാട് വില്ലേജ് ഓഫീസർ ഷിജു, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ട്രസ്റ്റ് ജോയിൻസ് കൺവീനർ PU അബ്ദുൾ റഹീം, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ത്രിദീപ് കുമാർ, ജിതിൻ റാം, PB കണ്ണൻ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ MM ഷംസു, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. യോഗത്തിൽ വില്ലേജ് ഓഫീസ് പണിയുന്നതിനായി വേണ്ടി 45 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തളിക്കുളം യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും തളിക്കുളം നാഗത്താൻകാവിൽ വെച്ച് നടന്നു. യോഗത്തിൽ ബേബി ബാലസൂര്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ബാലൻ, ജില്ലാ സെക്രട്ടറി EC പത്മരാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു വെന്നിക്കൽ, യൂണിറ്റ് സെക്രട്ടറി സോമസുന്ദരൻ, ഓഡിറ്റർ മോഹനൻ മാസ്റ്റർ, കൺവീനർ VS മദനൻ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളനം ശങ്കരനാരായണ ക്ഷേത്രം പരിസരത്ത് വെച്ച് നടന്നു. ബഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഇന്ന് നമ്മളെ സഹായിച്ച അംഗങ്ങളെ നമ്മൾ സഹായിക്കും. ഇത് നിലനിൽക്കണമെങ്കിൽ ആ പ്രസ്ഥാനം ആര് നമ്മളെ സഹായിക്കുന്നുവോ അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ കേട്ടത് കാലഘട്ടങ്ങളൊക്കെ പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത സൗകര്യങ്ങൾ, ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് നമുക്ക് ഇനി വേണ്ടത്. നമ്മൾ ആര് സഹായിച്ചോ നമ്മൾ അവരെ സഹായിക്കാനുള്ള നിർദ്ദേശം കൂടി ഞാനിവിടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണവും ഇടവകയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആദരിക്കലും കേശദാനം നടത്തിയവരെ അനുമോദിക്കലും സമ്മാന വിതരണവും നടത്തി. വനിതാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം വനിതാ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിമി ജോജുവിനെ ഷാൾ അണിയിച്ചും മൊമെന്റോ നൽകിയും ഇടവക ഡയറക്ടറും വികാരിയുമായ ഫാദർ റാഫേൽ മുത്തിപ്പീടിക ഉദ്ഘാടനം ചെയ്തു.
കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പഠനമാക്കൽ കേശദാനം നടത്തിയവർക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാന വിതരണവും നടത്തി. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോബി CL-നെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി പോൾ PV, ട്രഷറർ വിൻസെന്റ് മാടശ്ശേരി, ഭാരവാഹികളായ GC വർഗീസ്, ഷാലി ഫ്രാൻസിസ്, KA വർഗീസ് എന്നിവർ സംസാരിച്ചു. ദൈവം സ്നേഹമാകുന്നു എന്നാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളത്. അത് പറഞ്ഞത് യോഹന്നാൻ ശ്ലീഹയാണ്. ആ ശ്ലീഹ കർത്താവ് അന്ത്യ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ സമയത്ത് ഈശോയുടെ നെഞ്ചിൽ ചാരിക്കിടന്ന അദ്ദേഹമാണ് പിന്നീട് ലേഖനത്തിൽ എഴുതിയത്, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ സ്വന്തം കാതുകൊണ്ട് കേട്ടത്, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചത്, ഞങ്ങൾ കൈനീട്ടി സ്പർശിച്ചത് ആ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ദൈവത്തിൻ്റെ മനോഹരമായ നിർവചനം പറയുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. കൂടാതെ ബ്ലഡ് പ്രഷർ, ഷുഗർ പരിശോധനയും നടന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ, AA ആന്റണി, NM സുരേഷ്, സാനി ജോസഫ്, റോസ്മേരി സാനി, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും നിശ്ചിതമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാ മാസങ്ങളിലും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്ന നേത്ര ചികിത്സ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേത്ര ചികിത്സ മാത്രം ചെയ്യുന്നത്, ഷുഗർ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് മാത്രം ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖലയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വനിതാംഗങ്ങളെ ആദരിക്കലും വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ KS അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ ക്ഷേമനിധി കോർഡിനേറ്ററുമായ സക്കീർ CM ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാടാനപ്പള്ളി മേഖലയിൽ ഉൾപ്പെട്ട വനിതാ ഫോട്ടോഗ്രാഫർമാരായ ധനലക്ഷ്മി, ശാന്തകുമാർ, ജൂലി സജീവൻ, പ്രീതി ദിലീപ്, ജൂബി ഡെന്നി, ദിവ്യ VP എന്നിവരെ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള മേഖലയുടെ സ്നേഹാദരവ് മേഖലാ സെക്രട്ടറി ഷനൂപ് KA നൽകി. കൂടാതെ ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സര ഫലപ്രഖ്യാപനം മേഖലാ ഫോട്ടോഗ്രാഫി കോർഡിനേറ്റർ രാജേഷ് നാട്ടിക നിർവഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൻ AV, AKPA ജില്ലാ പഠന കേന്ദ്രം ജോയിന്റ് കൺവീനർ രമേശ് അനന്യ, മേഖലാ ട്രഷറർ ഫ്ലഡൻഡോ AV, വാടാനപ്പള്ളി യൂണിറ്റ് ട്രഷറർ ഷാജി ഇമേജ്, ജില്ലാ വനിതാ വിംഗ് കമ്മിറ്റി അംഗം ധനലക്ഷ്മി ശാന്തകുമാർ എന്നിവർ സംസാരിച്ചു. ഇത്രയും ഗംഭീരമായി ഈ ഒരു പരിപാടി പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ സംഘാടക സമിതിക്ക് എല്ലാ അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ചിത്രങ്ങളാക്കുകയും അതുപോലെ സമൂഹത്തിലെ പല മാറ്റങ്ങളും ലോകത്തിനെ അറിയിക്കുകയും ചെയ്യുന്ന ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ സ്ത്രീകൾ കടന്നു വരികയും കഴിവ് തെളിയിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് വരികയും കഴിവുകൾ തെളിയിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഏത് മേഖലയിലായാലും സ്ത്രീകൾക്ക് ഒരു അവസരം കിട്ടിയാൽ അവർ അതിൽ കഴിവ് തെളിയിക്കുമെന്ന് സ്ത്രീകളുള്ളവരുടെ കൂടുതൽ പുരുഷന്മാരാണ്. എങ്കിൽ ഞാനത് പറയാൻ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റും. കണ്ടച്ചങ്കടവ് ഫൊറോന കൺവെൻഷൻ സമാപിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമുദായ ജ്വാല 2026 എന്ന പേരിൽ നടത്തിയ കൺവെൻഷൻ തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ടച്ചങ്കടവ് ഫൊറോന വികാരി റവറൻഡ് ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫൊറോന ആനിമേറ്റർ ഫാദർ ജസ്റ്റിൻ കൈത്താരത്ത് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ സോളി തട്ടിൽ, ഫൊറോന കൺവീനർ അരുൺ ആന്റണി, ഫാദർ ലിൻസൺ തട്ടിൽ, റോണി അഗസ്റ്റിൻ, AD സാജു മാസ്റ്റർ, ഫൊറോന സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുംബാല, ട്രഷറർ ബിബീഷ് പോൾ എന്നിവർ സംസാരിച്ചു. ആ നാമം തന്നെ നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ദേശവും ഈ സംഗമത്തിന്റെ ലക്ഷ്യവും ഒക്കെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സഭയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ് കുടുംബ കൂട്ടായ്മ. കാരണം സഭ ഇടവകകളെ അടിസ്ഥാനപരമായി ചലിപ്പിക്കുന്നത്, ജ്വലിപ്പിക്കുന്നത് കുടുംബ
നമ്മുടെ ഈ സംവിധാനം നമ്മൾ പലപ്പോഴും നല്ല നല്ല സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ തുടങ്ങുന്നതിൽ മുൻപന്തിയിലാണ്. പിന്നീട് പലപ്പോഴും ഈ സംവിധാനങ്ങളൊക്കെ കുറഞ്ഞു പോകും. നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ പോലും കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്. അപ്പം അതുകൊണ്ട് നമുക്കുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ചാനലാണ്, സംവിധാനമാണ് കുടുംബ കൂട്ടായ്മ. സഭയെയും സമൂഹത്തെയും നമ്മുടെ സമുദായത്തെ ജ്വലിപ്പിക്കാനുള്ള നല്ലൊരു ചാലകശക്തിയാണ് കുടുംബ കൂട്ടായ്മ. എറണാകുളത്ത് മംഗലത്ത് മഠം ശ്രീ വിഷ്ണുമായ ദേവി ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടന്ന ദേവി ഉത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി, മേളക്കാർക്ക് വരവേൽപ്പ്, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് പ്രസാദൂട്ടുണ്ടായിരുന്നു. ശേഷം ദേവിയുടെ പുറത്തേക്ക് തിടമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ചെണ്ടമേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പൂനാരി ഉണ്ണികൃഷ്ണൻ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ശേഷം ദേവിയുടെ കളം, തുടർന്ന് വൈകിട്ട് ദേവിയുടെ കളത്തിൽ നൃത്തം, ദേവിയുടെ തിരിച്ചെഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവ നടന്നു. ശേഷം ചുറ്റുവിളക്ക്, കേളി, പറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, ദീപാരാധന, തുടർന്ന് തായമ്പക എന്നിവ നടന്നു. ശേഷം 60ഓളം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചവാദ്യം, ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് വലിയ അച്ഛന്മാരുടെ കളം ആരംഭം നടന്നു. ക്ഷേത്രമഠാധിപതി ഇ കെ വിജയൻ, അവണങ്ങാട്ട് കളരി വെളിച്ചപ്പാട് ഇ വി വിഷ്ണു എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. നാട്ടികയിൽ സ്കൂട്ടറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കയ്പമംഗലം സ്വദേശി മരിച്ചു. കൈത്താങ്ങായി ഹൈദരാബാദ് കുട്ടി ട്രസ്റ്റും അൽ സക്കാക്കിർ ആദം ട്രേഡിംഗ് കമ്പനിയും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.